ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി എൻജിൻ സൗണ്ടൊക്കെ ആയിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വണ്ടി ഓയിൽ തീർന്ന് ഓടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സിലിണ്ടറിനകത്ത് പിസ്റ്റൺ കയറി പിടിച്ചിട്ട് ആണ് ആ സൗണ്ട് വന്നുകൊണ്ടിരുന്നത്. സിലിണ്ടറിന് പിസ്റ്റൺ പിടിച്ചേരണമെങ്കിൽ കാണാം കേട്ടോ. സിലിണ്ടറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ചേർന്നു. അതിന് ശേഷം ഓയിൽ ഒഴിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം സ്ക്രാച്ചസ് കാര്യങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ നിലവിൽ കാര്യമായിട്ട് അതായത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഭാഗത്തേക്ക് കംപ്ലൈൻറ്റ് പോയിട്ടില്ല. നിലവിൽ സിലിണ്ടർ പിസ്റ്റൺ മാറ്റി വാൽവൊക്കെ മാറ്റി സെറ്റ് ചെയ്താൽ മതി. അതായത് ചെയ്യുമ്പോൾ സാധാരണ അങ്ങനെ ഓയിൽ തീർന്ന് ഓടിക്കഴിഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റും കൂടി കംപ്ലൈൻറ്റ് വരാറുണ്ട്. നിലവിൽ ചെറിയൊരു പ്ലേ ഉണ്ട്, അത് ഒരു ഫ്രീ പ്ലേ ആണ്, അത് പ്രോബ്ലം ഉള്ള കേസല്ല. അപ്പോൾ നമുക്ക് സിലിണ്ടർ കിറ്റ്, അതായത് സിലിണ്ടർ കിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സിലിണ്ടർ പിസ്റ്റൺ അതിൻ്റെ റിങ്സ് അടക്കം വരുന്നൊരു കിറ്റാണ്. സിലിണ്ടർ കിറ്റ് മാറ്റണം. അതേപോലെ ഈ 2 വാൽവുകൾ മാറ്റി വാൽവ് സീറ്റ് ചെയ്യേണ്ടി വരും ലൈറ്റിൽ കൊടുത്തിട്ട്. പിന്നെ പ്ലഗ് കാര്യങ്ങളൊക്കെ മാറ്റി ഗ്യാസ്കറ്റൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്തെടുത്താൽ മതി. വേറെ അങ്ങനെ കാര്യമായിട്ടുള്ള മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്ക് പോയിട്ടില്ല. ഇത്രയും ഭാഗം റെഡിയാക്കിയാൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നുള്ളൂ. പിന്നെ അതിനകത്ത് ക്ലച്ചിനകത്ത് വരുമ്പോഴത്തേക്കും ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ ഈ ഒരു റോളർ വെയിറ്റ് കൂടി മാറ്റിയിട്ടാൽ കേട്ടോ. അത് അത്യാവശ്യം നല്ല രീതിയിൽ തേമാനമുണ്ട്. പിന്നെ ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ആയിട്ടല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പോൾ ഇതും ഒന്നെടുത്ത് മാറ്റി കളഞ്ഞേക്കാം. പിന്നെ കാർബറേറ്റർ അസംബ്ലിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ട് എയർ ഫിൽറ്ററൊക്കെ പുതിയതാണ്, വലിയ പഴക്കമായിട്ടില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാർബറേറ്ററിലേക്ക് പിടിപ്പിക്കുന്ന ഭാഗം ഡാമേജ് ഉണ്ട്. അപ്പോൾ അങ്ങനെ 1-2 കുറച്ച് വർക്കുകളും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര രൂപ ഏകദേശം ചിലവ് വരുമെന്ന് കറക്റ്റ് ആയിരിക്കില്ല, ചെറിയ വേരിയേഷൻസൊക്കെ വന്നേക്കാം. എന്നാലും ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് നമുക്കൊരു എസ്റ്റിമേറ്റ് ആക്കിയിടാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കണേ.